സുഹൃത്തുക്കളെ, 2 ദിവസമായിട്ട് സുഖമില്ലാതിരുന്നുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ തൊട്ടാണ് തുടങ്ങിയത്. പക്ഷേ എന്നാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം കാണുമ്പോൾ ഒരുപാട് കൗതുകങ്ങളുണ്ട്. ഒരു ജോയ്ഫുൾ നിയമസഭയാണ് വരാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. വളരെ ചെറിയൊരു കൗതുകത്തിനുള്ള ചില നിരീക്ഷണങ്ങളിൽ നിന്ന് തോന്നിയ ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് കരുതിയെന്ന് മാത്രമേ ഉള്ളൂ. നിയമസഭ പൊതുവേ നമുക്ക് ജോയ്ഫുള്ളാണ്. നമുക്ക് ഭയങ്കര എൻ്റർടൈൻമെൻറ്റ് തരുന്നൊരു പരിപാടിയാണ്. നമ്മൾ ഏത് കോമഡി പ്രോഗ്രാം കാണുന്നതിനേക്കാളും ഏത് എന്താ പറയുക ത്രില്ലർ സിനിമ കാണുന്നതിനേക്കാളും ഭയങ്കര ത്രില്ല് അനുഭവപ്പെടുത്തുന്ന ചില കാര്യങ്ങളൊക്കെ നിയമസഭയ്ക്കകത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. തുണി പൊക്കി നിക്കറ് കാണിച്ച് മേശറ കൊടുത്ത അഭ്യാസം കാണിച്ച ശിവൻകുട്ടിയാണെന്ന് നമ്മൾ മറന്നു പോയിട്ടില്ല. അതേപോലെ തന്നെ വയസ്സുകാലത്ത് ജമീല പ്രകാശം എന്നെ കയറി പിടിച്ചു ശിവദാസൻ നായരെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയത് നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ചിരിയെ വന്നിട്ടില്ലേ. നിയമസഭയ്ക്കകത്ത് അങ്ങനെ പല അഭിപ്രായങ്ങളും ഉണ്ടായിട്ടുണ്ട്. പണ്ട് എം പി രാഘവനെ ഗോപി കോട്ടമുറിക്കൽ ഉൾപ്പെടെയുള്ളവർ നിയമസഭയ്ക്കകത്തിട്ട് ചവിട്ടി മതിച്ചിട്ടുണ്ട്. അദ്ദേഹം ബദൽ രേഖയുമായി ബന്ധപ്പെട്ട് CPM നിന്ന് വിട്ടുപോയതിനു ശേഷം. പിന്നീട് അങ്ങനത്തെ വലിയ അക്രമങ്ങളൊന്നും പിന്നീട് ഉണ്ടായിട്ടില്ല. ഒന്നും തള്ളും ചീത്തവിളിയും ബാക്കിയുള്ളതൊക്കെ ഉണ്ടായിട്ടുണ്ട്. എം പി രാജേഷ് സ്പീക്കറായിരിക്കുമ്പം ഷംസീർ അനുസരണക്കേട് കാണിച്ചപ്പോൾ ഷംസീർ അടങ്ങിയിരിക്കണം എന്നുള്ളത് എം പി രാജേഷ് പറയുന്നത് നമ്മൾ കേട്ടു. ഷംസീർ സ്പീക്കറായി കഴിഞ്ഞപ്പോൾ പിന്നെ ഷംസീർ വളരെ നല്ല സ്പീക്കറായി. അങ്ങനെയുള്ള ഒരുപാട് രസകരമായിട്ടുള്ള കൗതുകരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാറുണ്ട്. എന്തായിരുന്നാലും ഈ പ്രാവശ്യം നിയമസഭയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോയ്ഫുൾ നിയമസഭ എന്ന് ഞാൻ പറയാൻ കാരണം 3 ജോയിമാരുണ്ട് നിയമസഭയ്ക്കകത്ത്. അതിൽ 3 ജോയിമാരിൽ ഏറ്റവും ആദ്യം നമ്മൾ എടുത്തു പറയേണ്ടുന്ന വി ജോയി MLA ആണ്. വി ജോയി വർക്കലയിൽ നിന്ന് 3ാം വട്ടവും തിരഞ്ഞെടുക്കപ്പെട്ട CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും CPMന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന, ആ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് മാറിയിരുന്ന അദ്ദേഹം 2016-ലും 21-ലും 26-ലും അദ്ദേഹം വർക്കലയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുന്നതിന് മുമ്പ് വർക്കല കഹാറായിരുന്നു അവിടെ നിന്നുള്ള MLA. വർക്കല കഹാറിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം 2016-ൽ ആദ്യമായിട്ട് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. വർക്കല കഹാർ അവിടെ നിന്ന് 3 തവണയോ മറ്റോ ജയിച്ചിട്ടുണ്ട്. 2001-ലും 2006-ലും 2011-ലും ജയിച്ചു. അതിന് ശേഷമാണ് വി ജോയി 2016-ലും 21-ലും 26-ലും ജയിക്കുന്നത്. വർക്കല രാധാകൃഷ്ണൻ പഴയ നമ്മുടെ സ്പീക്കർ CPMന്റെ തലമുതിർന്ന നേതാവ്, അദ്ദേഹം ആ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. കെ ശിവദാസൻ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേര് പ്രതിനിധീകരിച്ചിട്ടുള്ള മണ്ഡലമാണ്. 57-ൽ നിലവിൽ വന്ന മണ്ഡലമാണ് തിരുവനന്തപുരം ജില്ലയിലെ വർക്കല മണ്ഡലം. വർക്കല മണ്ഡലത്തിൽ നിന്ന് ഇത്തവണ വീണ്ടും വി ജോയി മത്സരിച്ച് വിജയിച്ചു. വി ജോയിക്ക് ജില്ലാ സെക്രട്ടറി സ്ഥാനം നഷ്ടപ്പെട്ടു എന്നല്ലാതെ വി ജോയിക്ക് ഭരണം കിട്ടുകയാണെങ്കിൽ അദ്ദേഹം മന്ത്രിയാവുമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ വി ജോയി അവിടെ നിന്ന് മത്സരിച്ചു. അദ്ദേഹം ഈഴവ സമുദായാംഗമാണ് വി ജോയി. ഈ ജോയി എന്നുള്ള പേര് കേട്ടാൽ മുഴുവൻ ആൾക്കാർ കരുതും പെട്ടെന്ന് ക്രിസ്ത്യാനിയാണെന്ന് കരുതും. അങ്ങനെയല്ല. ഇന്നത്തെ കാലത്ത് പേര് നോക്കിയിട്ടൊന്നും ആളെ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഓക്കെ, അല്ലെങ്കിൽ ജാതി മതം തെരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. എനിക്ക് അതിനോട് വിയോജിപ്പുള്ള ആളാണ്. വർക്കല കഹാർ ഇത്തവണ വർക്കല കഹാറല്ല അവിടെ മത്സരിച്ചത്. ഇനി അതിൻ്റെ തെരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അടുത്ത ഒരാളെന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ നിന്നുള്ള ദീപക് ജോയ്, തൃപ്പൂണിത്തുറയിൽ നിന്ന്. അതും ഒരു ജോയിയാണ്. പുള്ളിയും ഈഴവ സമുദായാംഗമാണ്. പുള്ളി കഴിഞ്ഞ 2025-ലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കൊച്ചി കോർപ്പറേഷനിൽ നിന്ന് കോർപ്പറേഷൻ്റെ കൗൺസിലറായിട്ട് മത്സരിച്ച് വിജയിച്ചു. ഡെപ്യൂട്ടി മേയറായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കണം എന്നത് കെ ബാബു ആ സ്ഥാനം ഒഴിയുമ്പോൾ പ്രത്യേകിച്ചും കെ ബാബു മുന്നോട്ട് വെച്ച നിർദ്ദേശമാണ്. ഇടക്കാലത്ത് M ലിജുവിൻ്റെ കാര്യം പരിഗണിച്ചിരുന്നെങ്കിൽ തന്നെയും അവസാനം മറ്റ് പലരുടെയും പേരുകൾ വന്നിരുന്നു. രാജു പി നായർ ഉൾപ്പെടെയുള്ള. രാജു പി നായരൊക്കെ എനേബിളാണ്, ഇതിലൊന്നും സംശയമൊന്നുമില്ല. അങ്ങനെയുള്ള പലരുടെയും പേരുകൾ പരിഗണിക്കപ്പെട്ടിരുന്നെങ്കിലും ഏറ്റവും അവസാനം ദീപക് ജോയിലേക്ക് ആ പേരെത്തിയിരുന്നു. അത് കെ ബാബു സ്ഥാനം ഒഴിയുമ്പോൾ തൻ്റെ പിൻഗാമിയെ അദ്ദേഹം നിർദ്ദേശിക്കുക എന്ന രീതിയിലേക്കുള്ള ഒരു പോക്കാണ് പോയത്. അപ്പോൾ അവിടെ കെ ബാബുവിൻ്റെ ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ നിങ്ങൾ തൃപ്പൂണിത്തുറ മണ്ഡലം എന്ന് പറയുമ്പം ആലോചിക്കേണ്ടത് 1965-ൽ നിലവിൽ വന്ന മണ്ഡലമാണ്. 65-ൽ അന്ന് നിയമസഭ പിരിച്ചുവിടുകയാണ് ചെയ്തത്. അന്ന് ആർക്കും സത്യപ്രതിജ്ഞ ചെയ്യാനും പറ്റിയില്ല, MLA-മാരാവാൻ പറ്റിയില്ല. 67-ൽ വീണ്ടും ടി കെ രാമകൃഷ്ണൻ, 65-ലും 67-ലും സഖാവ് ടി കെ രാമകൃഷ്ണൻ അവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു. ടി കെ രാമകൃഷ്ണൻ നമുക്കറിയാം CPMന്റെ തലമുതിർന്ന നേതാവായിരുന്നു. പിന്നീട് പോൾ പി മാണി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നെ 77-ലും 80-ലും ടി കെ രാമകൃഷ്ണൻ അവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു. അതിൽ അദ്ദേഹം കുറച്ചു കാലം മന്ത്രിയായിരുന്നു എന്നാണ് എൻ്റെ എനിക്ക് 100% ഉറപ്പില്ല. പിന്നെ കോൺഗ്രസിൻ്റെ KGR കർത്ത അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചു ടി കെ രാമകൃഷ്ണനെ പരാജയപ്പെടുത്തിക്കൊണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വിശ്വനാഥ മേനോൻ അവിടെ നിന്ന് 1987-ൽ വിശ്വനാഥ മേനോൻ അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചു. ടി കെ രാമകൃഷ്ണനെ പോലെ തന്നെ അറിയപ്പെടുന്ന നേതാവാണ്, സംസ്ഥാനം അറിയപ്പെടുന്ന നേതാവായിരുന്നു, CPMന്റെ സംസ്ഥാന നേതാവായിരുന്നു. അദ്ദേഹം ധനകാര്യ വകുപ്പ് മന്ത്രിയായി
കെ നായനാരുടെ മന്ത്രിസഭയിലുണ്ടായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇടക്കാലത്ത് അദ്ദേഹം BJP-യിലേക്ക് പോയിരുന്നു. കേരളത്തിൽ ഒരു കോൺഗ്രസിൻ്റെയോ CPM-ൻ്റെയോ ഒരു മുൻ MLA അല്ലെങ്കിൽ ഒരു മുൻ മന്ത്രി അങ്ങനെയുള്ള ഉയർന്ന തലത്തിൽ പ്രവർത്തിച്ച ഒരാൾ BJP-യിലേക്ക് ആദ്യം പോകുന്നത് വിശ്വനാഥ മേനോനാണ്. വിശ്വനാഥ മേനോന് ശേഷം AP അബ്ദുള്ളക്കുട്ടി പോകുന്നു. ഒരു മുൻ MP പോകുന്നത് AP അബ്ദുള്ളക്കുട്ടിയാണ്. അദ്ദേഹം MLA-യും ആയിരുന്നു. അങ്ങനെ പോയവരുടെ കൂട്ടത്തിൽ ഏറ്റവും ആദ്യം എടുത്തു പറയേണ്ട ഒരാൾ വിശ്വനാഥ മേനോനാണ്. BJP-യിലേക്ക് BJP ഒന്നും അല്ലാതിരുന്നൊരു കാലഘട്ടത്തിലാണ് അദ്ദേഹം പോയത്. വിശ്വനാഥ മേനോന് ശേഷം വീണ്ടും 87 വിശ്വനാഥ മേനോൻ വരുന്നു. പക്ഷേ 91 MM ലോറൻസ് ആണ് അവിടെ നിന്ന് മത്സരിച്ചത്. CPM-ന്റെ അസംഘടിതനായ നേതാവ്, ട്രേഡ് യൂണിയൻ നേതാവ്, CIT-ന്റെ സംസ്ഥാന നേതാവായിരുന്ന LDF-ന്റെ കൺവീനറായിരുന്നു. അന്ന് LDF-ന്റെ കൺവീനറാണ് അദ്ദേഹം എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം അദ്ദേഹം 87-ലായിരുന്നു തോന്നുന്നു LDF-ന്റെ കൺവീനറായത്. 91 MM ലോറൻസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ബാബു ആ മണ്ഡലം പിടിച്ചെടുക്കുന്നു. ചെറുപ്പക്കാരനായ ബാബു പിന്നീട് തുടർച്ചയായിട്ട് 91, 96, 2001, 2006, 2011 തുടർച്ചയായിട്ട് 5 തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് 25 വർഷം ആ മണ്ഡലത്തിൻ്റെ MLA ആയി പ്രതിനിധീകരിച്ചത് ബാബുവാണ്. ബാബു പരാജയപ്പെടുത്തിയത് ആരെയാണെന്നുള്ളതും കൂടി നമ്മൾ ആലോചിക്കണം. MM ലോറൻസിനെ ആദ്യം തോൽപ്പിക്കുന്നു, ഗോപി കോട്ടമുറിക്കലിനെ പിന്നീട് തോൽപ്പിക്കുന്നു. ഗോപി കോട്ടമുറിക്കലിനെ അറിയാലോ നമുക്ക്, പാർട്ടി ഓഫീസിൽ വെച്ചിട്ട് ഡിങ്കോൾഫി നടത്തിയ ഗോപി കോട്ടമുറിക്കൽ, കേരള ബാങ്കിൻ്റെ ചെയർമാനൊക്കെ ആയതും. അതേപോലെ തന്നെ ചന്ദ്രൻ പിള്ളയെ തോൽപ്പിക്കുന്നു. പിന്നീട് രാജ്യസഭാംഗമൊക്കെ ആയിട്ടുള്ള ഇപ്പോൾ GCDയുടെ ചെയർമാനായിട്ടുള്ള ചന്ദ്രൻ പിള്ളയെ, KN രവീന്ദ്രനാഥിനെ തോൽപ്പിക്കുന്നു. എല്ലാം ട്രേഡ് യൂണിയൻ രംഗത്തുള്ളവരാണ്. KN രവീന്ദ്രനാഥ്, CIT-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന KN രവീന്ദ്രനാഥിനെ തോൽപ്പിക്കുന്നു. CM ദിനേശ് മണിയെ തോൽപ്പിക്കുന്നു. അത് 2011 തോൽപ്പിക്കുന്നത് CM ദിനേശ് മണിയെ. അന്ന് ശരിക്കും P രാജീവനെയാണ് സ്ഥാനാർത്ഥിയായിട്ട് തീരുമാനിച്ചിരുന്നത്. പക്ഷേ പ്രത്യേക ഘട്ടത്തിൽ അദ്ദേഹത്തെ മാറ്റിയിട്ടാണ് CM ദിനേശ് മണിയെ ആക്കുന്നത്. CM ദിനേശ് മണി പഴയ കൊച്ചി മേയറാണ്. CPM-ലെ വിഭാഗീയതയുടെ ഒരു കാലഘട്ടത്തിൽ ഇവരെല്ലാം VS-ന്റെ കൂടെ നിൽക്കുകയും പിന്നീട് പിണറായിയുടെ കൂടെ നിൽക്കുകയും ചെയ്തതാണ്. അങ്ങനെ ദിനേശ് മണിയെ തോൽപ്പിച്ച് അദ്ദേഹം 5 തവണ വിജയിച്ചു. അങ്ങനെ 6ാമത്തെ തവണത്തെ മത്സരത്തിൽ 2016 അദ്ദേഹം M സ്വരാജിനോട് ബാബു പരാജയപ്പെടുകയാണ് ചെയ്തത്. എന്നാൽ തന്നെ പരാജയപ്പെടുത്തിയ M സ്വരാജിനെ 2021 ബാബു വീണ്ടും പരാജയപ്പെടുത്തുന്നു. അങ്ങനെ മൊത്തം 30 വർഷം മണ്ഡലത്തിൻ്റെ MLA ആയിരുന്നു. അദ്ദേഹത്തോട് പാർട്ടി ആവശ്യപ്പെട്ടിട്ടൊന്നുമല്ല. അദ്ദേഹത്തിന് സ്വയം എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റിയതൊക്കെ ചെയ്തു. ഇനി ഞാൻ സ്വരം മോശമാവുന്നതിന് മുമ്പ് പാട്ട് നിർത്തുന്നതാണ് നല്ലത് എന്ന് സ്വയം തീരുമാനിച്ച, കഴിഞ്ഞ തവണ KC ജോസഫ് ഇരിക്കൂരിൽ നിന്ന് മത്സരിക്കാതിരുന്നത് പോലെ 2016 അങ്ങനെ സ്വയം മാറി നിന്ന കോൺഗ്രസിൽ അതങ്ങനെ ഒരു അത്യപൂർവമായ കാഴ്ചയാണ്. സ്വയം മാറി നിൽക്കലില്ല. ഒന്നുകിൽ MLA MP ആയിക്കഴിഞ്ഞാൽ ആ ചങ്ങായി ചാവണ വരെ തന്നെ നിൽക്കുള്ളൂ. പക്ഷെ എന്തായിരുന്നാലും അതിൽ വലിയ തിരുത്തു വരുത്തിയ ആൾക്കാരാണ് ബാബുവും KC ജോസഫും. രണ്ടുപേരും ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വലിയ വലങ്കൈകളായി അറിയപ്പെട്ടിരുന്നവരാണ്. മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത്. അദ്ദേഹം മാറുമ്പോൾ അദ്ദേഹം ദീപക് ജോയി സ്ഥാനത്തേക്ക് പറഞ്ഞു. ലിജുവിനോട് ചോദിച്ചിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായിരുന്നാലും ലിജുവും കായംകുളത്തുനിന്ന് മത്സരിച്ച് വിജയിച്ചു തവണ. അദ്ദേഹം അമ്പലപ്പുഴയാണ് നോക്കിയിരുന്നെന്നുണ്ടെങ്കിൽ അവിടെ G സുധാകരനെ കൊണ്ടെന്നെങ്കിലും. അങ്ങനെ 2 ജോയിമാരായി. ഒന്ന് ദീപക് ജോയി തൃപ്പൂണിത്തറയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചു. ഒന്ന് V ജോയി വർക്കലയിൽ നിന്ന് 3ാം വട്ടവും മത്സരിച്ച് വിജയിച്ചു. ദീപക് ജോയിയുടെ കന്നി അംഗമാണ് നിയമസഭയിലേക്ക്. ദീപക് ജോയി ഡെപ്യൂട്ടി മേയറായിരുന്നു കൊച്ചിയിലെ. മറ്റൊന്നുള്ളത് VS ജോയി KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു. മലപ്പുറം DCC പ്രസിഡന്റായിരുന്നു. കേരളത്തിലെ ഏറ്റവും മികച്ച DCC പ്രസിഡന്റുമാരുള്ള ഒരാളായിട്ട് അറിയപ്പെട്ടാണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ DCC പ്രസിഡന്റായി. രാജ്യത്തെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ DCC പ്രസിഡന്റായിട്ടാണ് 2021 വന്നതെന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ VS ജോയി കേവലം 2% മാത്രം ക്രൈസ്തവ വോട്ടർമാരുള്ള മലപ്പുറം ജില്ലയിൽ തമലൂർ മണ്ഡലത്തിൽ നിന്ന് സാക്ഷാൽ KT ജലീലിനെ പോലെയുള്ള പ്രഗത്ഭനായ ഒരു നേതാവിനെ, എനിക്ക് അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമാട്ടോ. വേറെ കാര്യം, അത് KT ജലീലിനെ പോലെയുള്ള അദ്ദേഹം ഒരു വിദ്യാഭ്യാസ വിജക്ഷണനാണ്, അദ്ദേഹം ഒരു പ്രഭാഷകനാണ്, അദ്ദേഹം ഒരു ചിന്തകനാണ്, അദ്ദേഹം ഒരു എഴുത്തുകാരനാണ്. എനിക്ക് അദ്ദേഹത്തെ വളരെ ഇഷ്ടമുള്ള ആളാണ്, ആദരവുള്ള ആളാണ്, ഒക്കെയാണ്. അദ്ദേഹത്തെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തവണ VS ജോയി മലപ്പുറം ജില്ലയിൽ നിന്ന് ദ റിയൽ കേരള സ്റ്റോറി എന്ന ഒരു ക്യാപ്ഷനോട് കൂടിയിട്ട് അദ്ദേഹം മത്സരിച്ച് വിജയിച്ചത്. അങ്ങനെ 3 ജോയിമാർ, ഇനി വേറെ ഏതെങ്കിലും ജോയിമാരുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായിരുന്നാലും ഒരു ജോയ്ഫുൾ നിയമസഭയാവട്ടെ. ഈ തുണിമുക്കി കാണിക്കലും ഡെസ്കിൻ്റെ മേളിൽ അഭ്യാസം കാണിക്കലും കമ്പ്യൂട്ടർ തല്ലിപ്പറിക്കലും ഒക്കെ ഒഴിവാക്കിയിട്ട് നിയമസഭാ പ്രവർത്തനങ്ങൾക്കകത്ത്, നിയമനിർമ്മാണ സഭയിലെ പ്രവർത്തനങ്ങൾക്കകത്ത് കൃത്യമായി ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്ന മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന, സമൂഹത്തിന് മാതൃകയാവുന്ന, പ്രത്യേകിച്ചും ഈ സഭാ TV-യിലൂടെ ജനങ്ങളെല്ലാം കാണുന്നതാണ്. ആ സമയത്ത് ഇവർ തല്ലിപ്പൊളിക്കുന്ന കമ്പ്യൂട്ടറും ഇവർ നടുത്തളത്തിൽ നിന്ന് ഒച്ചയും ഉണ്ടാക്കുമ്പോഴും ഇവരുടെ സമ്മേളനം അവിടെ ആ ഒച്ചയും ഉണ്ടാക്കുന്ന സമയത്തും ആ AC വർക്ക് ചെയ്യുക. അത് നിങ്ങളുടെ പൈസയ്ക്കാണ് അതിൻ്റെ കറണ്ട് ബില്ല് അടയ്ക്കുന്നത്. അപ്പം അങ്ങനെയുള്ള നമ്മുടെ പൈസ അവർക്ക് അലവൻസ് കൊടുക്കുന്നത്. അവർക്ക് യാത്ര ചെയ്യണമെങ്കിൽ യാത്ര ഫ്രീ ആണ്.
ട്രെയിനിലും ബസ്സിലും ഒക്കെ ഫ്രീ ആണ്. ഇതെല്ലാം ഉണ്ട്. പിന്നെ അതിന് പുറമെ കാറ് പോകുന്ന വഴിക്ക് പിന്നെ അതിന് ഇന്ധന എക്സ്പെൻസ് ഉണ്ട്, പിന്നെ അലവൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഇവർക്ക് പെൻഷൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടാകുമ്പോൾ ഉത്തരവാദിത്തത്തോടു കൂടി ജനാധിപത്യ മര്യാദ പാലിച്ചുകൊണ്ട് ജനങ്ങളോട് പ്രതിബദ്ധതയുള്ളവരായി ഇവർക്കെല്ലാം പോകാൻ പറ്റട്ടെ. എന്തായിരുന്നാലും ദീപക് ജോയ്, VS ജോയ്, വി ജോയ് ഇത്തവണ ഭരണം വന്നിരുന്നെങ്കിൽ LDF വന്നിരുന്നെങ്കിൽ മന്ത്രിയാവുകയായിരുന്നു. മറ്റൊരു രണ്ടുപേരും വരെ മന്ത്രിമാരാവാനായിട്ടില്ല. UDF ആണെങ്കിൽ രണ്ടുപേരും ഇപ്പോൾ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടില്ല. അതൊക്കെ അവർക്ക് ഭാവിയുണ്ട്. അവരുടെ മുമ്പിൽ ചെറുപ്പക്കാരാണ്, ഒക്കെ അവരുടെ മുമ്പിൽ അവസരങ്ങൾ ഇനി ഒരുപാടുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും 3 ജോയിമാർക്കും സഭയിലെ ബാക്കി 137 അംഗങ്ങൾക്കും ഈ സഭാ TV കാണുന്ന പിന്നെ ആളുകൾക്കും ഒക്കെ എല്ലാ രീതിയിലും ജോയ്ഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു.